ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റ് UK എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നവംബർ 17 ഞായറാഴ്ച. കഴിഞ്ഞ സൺഡേ വീഡിയോ ചെയ്യുന്ന അവസരത്തിൽ നിഫ്റ്റി 24,150 ആയിരുന്നു. ഇപ്പോഴത്തെ നിഫ്റ്റിയിലെ ലെവൽ എത്രയാണ്? 23,532 ആണ്. അപ്പൊ ഏകദേശം 620 പോയിന്റിന്റെ ഹെവി ഫോൾ ആണ് നമ്മൾ ഈ ആഴ്ച നിഫ്റ്റിയിൽ കണ്ടത്. കഴിഞ്ഞ സൺഡേ വരെ നമ്മൾ മിക്കവരും, അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, വളരെ ഹോപ്പ്ഫുൾ ആയിരുന്നു. അതായത് മാർക്കറ്റ് 24,000 സപ്പോർട്ട് ഹോൾഡ് ചെയ്യും, അതിനുശേഷം പതുക്കെ പതുക്കെ കയറാൻ തുടങ്ങും, ഇതൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഈ ആഴ്ച എന്താ കണ്ടത്? ഒരു ടോട്ടൽ കീഴടങ്ങലായിരുന്നു. അതായത് ടോട്ടൽ ക്യാപിറ്റുലേഷൻ. നിഫ്റ്റി ബുധനാഴ്ച ഏകദേശം 300 പോയിന്റ് കറക്റ്റ് ചെയ്തപ്പോൾ പല സ്റ്റോക്കുകളും 5%, 10%, 15% ഒക്കെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. ബുധനാഴ്ചത്തെ ഈ ഫോളിനുള്ള കാരണം എന്താണ്? FI സെല്ലിംഗ് ആണോ? FIs അന്ന് 2,500 കോടി മാത്രമേ സെല്ലിംഗ് നടത്തിയിട്ടുള്ളൂ. അതിന് അഗേൻസ്റ്റ് ആയിട്ട് DIs 6,145 കോടിയുടെ ബൈങ് നടത്തിയിട്ടുള്ളൂ. അപ്പൊ അന്നത്തെ നെറ്റ് ബൈങ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ നെറ്റ് ബൈങ് എത്രയായിരുന്നു? 3,650 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ബുധനാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻ സൈഡിൽ നിന്ന്. അപ്പൊ ആരാണ് ഈ സെല്ലിംഗ് ഒക്കെ നടത്തിയിരിക്കുന്നത്? അപ്പോൾ ഇത് സെല്ലിംഗ് നടത്തിയിരിക്കുന്നത് നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സും HNIയും ആവാനാണ് സാധ്യത. ഇതിനുള്ള കാരണം എന്താണ്? ടോട്ടൽ പാനിക്, നിരാശ, സങ്കടം, മാർക്കറ്റ് ഇനിയും താഴെ പോകുന്നുള്ള ഒരു തോന്നൽ, ഇതൊക്കെ കാരണത്താലാണ് ഈ പാനിക് സെല്ലിംഗ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ദൈവമേ, ഇട്ട പൈസ തിരിച്ചു കിട്ടിയാൽ പിന്നെ ഞാൻ ഈ വഴിക്ക് വരില്ല എന്നൊക്കെയാണ് പലരുടെയും തിങ്കിങ് ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെ? ഇത്തരത്തിലൊരു പാനിക് സെല്ലിംഗ് നടത്തുന്നവരോട് എനിക്കൊരു കാര്യമാണ് ചോദിക്കാനുള്ളത്. നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണോ, ട്രേഡർ ആണോ? ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ലോസ് ഒക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണോ നിങ്ങൾ? അപ്പൊ പിന്നെ എന്തിനാണ് നിങ്ങൾ പാനിക് സെല്ലിംഗ് ചെയ്യുന്നത്? ഇതിനുള്ള നിങ്ങളുടെ മറുപടി ഞാൻ തന്നെ പറയാം. മാർക്കറ്റ് ഇനിയും ഇടിയും, താഴെ വരുമ്പോൾ വാങ്ങിക്കാം. ഇതായിരിക്കും നിങ്ങളുടെ മറുപടി. അപ്പൊ നിങ്ങൾ തന്നെ പറയൂ, മാർക്കറ്റ് എത്ര വരെ ഇടിയും? നിഫ്റ്റി ഏത് ലെവൽ വരെ പോകും? 22,000 ആണോ, 20,000 ആണോ, അതോ 18,000 ആണോ? ചിലർ പറയും 22,000. അപ്പോൾ നിങ്ങൾ 22,000 നിഫ്റ്റി പോയി കഴിഞ്ഞാൽ നിങ്ങൾ 22,000 വാങ്ങിക്കുമോ? അതോ നിങ്ങൾ വീണ്ടും വിചാരിക്കുമോ 22,000 അല്ല, ഇനി ഒരു 1000 പോയിന്റ് കൂടി കറക്റ്റ് ചെയ്യും, 21,000 വരെ പോകും പറഞ്ഞിട്ട് നിങ്ങളുടെ ബൈങ് നീട്ടുമോ? സാധ്യത അതാണ്. നിഫ്റ്റി എത്ര കറക്റ്റ് ചെയ്താലും നമ്മളിപ്പോൾ വിറ്റ സ്റ്റോക്ക് നമുക്ക് വാങ്ങിക്കാനുള്ള കോൺഫിഡൻസ് തിരികെ വരാനുള്ള സാധ്യത കുറവാണ്. അത് മാത്രമല്ല, നമ്മൾ ആർക്കും നിഫ്റ്റിയുടെ ബോട്ടം അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ബോട്ടം ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വളരെ കഴിവുള്ള, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കും കൂടി പറ്റാത്ത കാര്യമാണ് നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പറയുന്നത്. നിഫ്റ്റി ഈ ലെവൽ വരെ പോകും, ആ ലെവലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ലോങ് ടേമിന് വേണ്ടി വാങ്ങിച്ച സ്റ്റോക്ക് കേട്ടോ, ട്രേഡിങ്ങിനുള്ള വാങ്ങിച്ച സ്റ്റോക്ക് അല്ല, അത് ഇപ്പൊ വിറ്റിട്ട് തിരിച്ചു വാങ്ങിക്കാമെന്ന്. അപ്പൊ അത് നടക്കുന്ന കാര്യമല്ല എന്നാണ് എന്റെ വിശ്വാസം. ഇനി അതല്ല, നമ്മൾ മാർക്കറ്റ് താഴെ പോകുന്ന കരുതിയിട്ട് ഈ സ്റ്റോക്കുകളൊക്കെ വിറ്റു. മാർക്കറ്റ് പെട്ടെന്ന് ഒരു ബൗൺസ് തന്നപ്പോൾ നമ്മൾ വിറ്റ സ്റ്റോക്കുകളൊക്കെ 5%, 10%, 15% ഒക്കെ റാലി ചെയ്തു. ചിലപ്പോൾ ഈ ബൗൺസ് ഒക്കെ പെട്ടെന്ന് ഒരു ദിവസത്തിലൊക്കെ കിട്ടിയെന്ന് കരുതുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? ഈ വിറ്റ സ്റ്റോക്കുകൾ 5%, 10% മുകളിൽ കയറി വാങ്ങിക്കോ? ഒരു സാധ്യതയില്ല. വേറൊരു കൂട്ടർ വിശ്വസിക്കുന്നത് മാർക്കറ്റിലെ ബുൾ റൺ ഒക്കെ കഴിഞ്ഞു, ഇനി ഒരു ബെയർ ഫേസ് ആണ് വരാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഈ സ്റ്റോക്കുകളൊക്കെ, പ്രോഫിറ്റിലുള്ള സ്റ്റോക്കുകളും ലോസുള്ള സ്റ്റോക്കുകളൊക്കെ വിറ്റിട്ട് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. ഇനി ആ മാർക്കറ്റിലേക്ക് വരില്ലേ, ഈ ബെയർ മാർക്കറ്റൊക്കെ കഴിഞ്ഞിട്ട് 1-2 ഒക്കെ വർഷമൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഈ മാർക്കറ്റിലേക്ക് വരുന്നുള്ളൂ എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ തിങ്കിങ്ങിന് അത് അവരുടെ ഡിസിഷനാണ്. അപ്പൊ അതിനെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ തിങ്കിങ് ആണ് അവർക്ക്. അവരുടെ ക്യാപിറ്റൽ സേവ് ചെയ്യണം. ആർക്കും അറിയില്ല മാർക്കറ്റ് ബെയർ ഫേസിലേക്ക് പോകുന്നുണ്ടോ, ഒന്നും അറിയില്ല. അപ്പൊ അവർക്ക് എന്തായാലും ഉള്ള പൈസ അല്ലെങ്കിൽ ഉള്ള പ്രോഫിറ്റ് വിഡ്രോ ചെയ്തിട്ട് ഫണ്ട് ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അവന്യൂവിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അത് അവരുടെ വ്യൂ ആണ്, അവരുടെ ഡിസിഷനാണ്. അതിന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ മാർക്കറ്റിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. നിങ്ങൾ വാങ്ങിച്ച സ്റ്റോക്കുകൾ ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്കുകളാണെങ്കിൽ ജസ്റ്റ് റിലാക്സ്. നിങ്ങളുടെ സ്റ്റോക്കുകളൊക്കെ ഹോൾഡ് ചെയ്യുക. അതല്ല, നിങ്ങളിൽ കൂടുതൽ കുറച്ച് ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ കുറേശ്ശെ ആവറേജ് ചെയ്ത് കുറേശ്ശെ ആഡ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. നേരെ മറിച്ച് നിങ്ങളിലുള്ളത് ചില വീക്ക് സ്റ്റോക്കുകളൊക്കെ ഉണ്ടാവും. ആ വീക്ക് സ്റ്റോക്കുകളിൽ നിന്നൊക്കെ പതുക്കെ കുറേശ്ശെ ആയിട്ട് എക്സിറ്റ് ചെയ്യുക. ഇതാണ് ബെസ്റ്റ് സ്ട്രാറ്റജി. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? സ്റ്റോക്ക് സെലക്ഷൻ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ അനലൈസ് ചെയ്ത് തിരഞ്ഞെടുത്ത ചില സ്റ്റോക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ സ്റ്റഡി പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ റെഫറൻസ് പർപ്പസിന് വേണ്ടി വിട്ടു തരിക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പൂർണ്ണമായും നിങ്ങളുടേതായിരിക്കും. ഒരു യൂട്യൂബർ പറഞ്ഞത് കേട്ടിട്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാതിരിക്കുക. ഒരു സ്റ്റോക്കിന്റെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ, എടുക്കുന്ന തെറ്റൊന്നുമില്ല, ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റഡി ചെയ്യുക, അതിന്റെ ചാർട്ട് നോക്കുക,
അതിന്റെ ഫണ്ടമെന്റൽസ് ചെക്ക് ചെയ്യുക, അതിന്റെ ഹിസ്റ്റോറിക്കൽ വാല്യൂ നോക്കുക. അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. പലരും വന്ന് ടിപ്പ് തരും, ഈ സ്റ്റോക്ക് വാങ്ങിച്ചോളൂ, ആ സ്റ്റോക്ക് വാങ്ങിച്ചോളൂ. അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടസാധ്യത ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഈവൻ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ സ്റ്റോക്കുകൾ വാങ്ങിക്കരുത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു വർഷമായി ഈ ചാനൽ ഞാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഏകദേശം 57 സ്റ്റോക്കുകളാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആയ 5 സ്റ്റോക്കുകളും ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന 5 സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി കാണാം. അത് കഴിഞ്ഞിട്ട് മെല്ലെ ഈ 57 സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് റിപ്പോർട്ട് ഒരു വീഡിയോ വഴി ഏതൊക്കെ സ്റ്റോക്കുകളാണ് പ്രോഫിറ്റിലുള്ളത്, ഏതൊക്കെയാണ് ലോസിലുള്ളത്, ഒരു വീഡിയോ വഴി ഞാൻ നിങ്ങൾക്ക് വീണ്ടും തരുന്നതായിരിക്കും. മിക്കവാറും ഞാൻ ബുധനാഴ്ച ഒരു വീഡിയോ കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബുധനാഴ്ചയും ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ അതും ചെയ്യാം. ആദ്യം ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടോപ്പില് മറ്റാരുമല്ല, ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 950 ആവറേജ് ബൈങ് പ്രൈസ് ആയിരുന്നു. ഇപ്പോഴത്തെ അതിന്റെ വില 2100 രൂപയാണ്. അപ്പോൾ അതിൽ 120% റിട്ടേൺ ആണ് നമുക്ക് ആസ് ഓൺ തേഴ്സ്ഡേസ് ക്ലോസിംഗ് കിട്ടിയിരിക്കുന്നത്. അതിന് മുമ്പ് 2600 ഒക്കെ പോയിട്ട് നമ്മൾ അതൊന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. 950 മുതൽ 2100 വരെ ലാസ്റ്റ് ക്ലോസിംഗ് പ്രൈസ് വരെയുള്ള നമ്മളുടെ റിട്ടേൺ 120%. അടുത്ത സ്റ്റോക്കാണ് മാർക്സൻസ് ഫാർമ. 147 പറഞ്ഞ സ്റ്റോക്ക് ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്നത് 308 അപ്പൊ അതിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന 110% റിട്ടേൺ ആണ് നമുക്ക് മാർക്സൻ ഫാർമയിൽ ലഭിച്ചിട്ടുള്ളത്. അടുത്ത സ്റ്റോക്കാണ് റേമണ്ട് ഇന്ത്യ. റേമണ്ട് ഇന്ത്യ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1780 എന്ന വിലയിലായിരുന്നു. ഇപ്പോഴത്തെ റേമണ്ടിന്റെ പ്രൈസ് എത്രയാ? 3600 രൂപയാണ്. റേമണ്ട് മാത്രമായിട്ടല്ല, അതിലൊരു ഡീമർജർ വന്നിട്ടുണ്ടായിരുന്നു. റേമണ്ട് ഉള്ളവർക്കൊക്കെ റേമണ്ട് ഷെയറും കിട്ടി, അതിന്റെ വില 1500. അതുകൂടാതെ റേമണ്ട് ലൈഫ് സ്റ്റൈൽ കിട്ടി, അതിന്റെ വില 2100. അങ്ങനെ ടോട്ടൽ വില 3600. അതായത് 4:5 ആയിരുന്നു ഡീമർജർ റേഷ്യോ. അപ്പൊ ഏകദേശം ഒരു 95% മുതൽ 100% വരെ റിട്ടേൺ ആണ് നമുക്ക് റേമണ്ടിൽ കിട്ടിയിരിക്കുന്നത്. നാലാമത്തെ സ്റ്റോക്കാണ് കല്യാൺ ജുവല്ലേഴ്സ്. 400 രൂപയ്ക്ക് പറഞ്ഞ സ്റ്റോക്ക് ഇപ്പൊ 653 രൂപയാണ്. 700 മുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ആ വില നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ 65% റിട്ടേൺ ആണ് നമുക്ക് കല്യാൺ ജുവല്ലേഴ്സിൽ കിട്ടിയിരിക്കുന്നത്. അഞ്ചാമത്തെ സ്റ്റോക്കാണ് CDSL. 985 രൂപയ്ക്ക് പറഞ്ഞ സ്റ്റോക്ക് ഇപ്പോ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1475 രൂപയിലാണ്. ഏകദേശം 50% റിട്ടേൺ ആണ് നമുക്ക് CDSL നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇതുകൂടാതെ ഒട്ടനേകം സ്റ്റോക്കുകൾ 25% മുതൽ 50% വരെ റിട്ടേൺ തന്നിട്ടുണ്ട്. അവയിൽ ചിലതാണ് സ്റ്റെർലിംഗ് ടൂൾസ്, ജെൻസ ടെക്നോളജീസ്, ജില്ലറ്റ് ഇന്ത്യ, ഗോദാവരി പവർ, റിഡ്കോ ലോജിസ്റ്റിക്സ്, ആലുവാലിയ കോൺട്രാക്ട്സ്, ഇന്ത്യൻ ഹോട്ടൽ, ടിറ്റാഗർ വാഗൻ, AB മണി, FSL, കാപ്ലിൻ പോയിന്റ് ഫാർമസ്യൂട്ടിക്കൽ എന്നീ സ്റ്റോക്കുകൾ. ഇതൊക്കെ 25% മുതൽ 50% വരെ റിട്ടേൺ തന്ന സ്റ്റോക്കുകളാണ്. ഇനി നമുക്ക് വേഴ്സ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റോക്കാണ് ഈക്വിറ്റാസ്. ഈക്വിറ്റാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 97 രൂപയ്ക്കാണ്. ഇപ്പോഴത്തെ അതിന്റെ ക്ലോസിംഗ് പ്രൈസ് ആണ് 63 രൂപ. ഏകദേശം 35% ലോസ് ആണ് ആ സ്റ്റോക്കിൽ നമുക്ക് ഇപ്പോ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ നെക്സ്റ്റ് സ്റ്റോക്കാണ് ജെടെക് ഇന്ത്യ. 207 രൂപയ്ക്ക് പറഞ്ഞ സ്റ്റോക്ക് ഇപ്പോൾ 162. അതിലുള്ള ലോസ് 22%. മൂന്നാമത്തെ സ്റ്റോക്കാണ് അഡ്വാൻസ് എൻസൈം. ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവറേജ് ബൈങ് പ്രൈസ് 475 രൂപയ്ക്ക് അടുത്ത് പറഞ്ഞ സ്റ്റോക്ക് ഇപ്പോൾ 380 രൂപയാണ്. അതിലുള്ള ലോസ് 20%. അടുത്ത സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ കമ്പോസിറ്റ്സ്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 545 ആവറേജ്, അതായത് 500-ലും 590 ബൈങ്ങും 500 ബൈങ്ങും, അങ്ങനെ 545 ആവറേജ് ബൈങ് പ്രൈസ് ആണ്. അതിപ്പോ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 450. അപ്പൊ അതിലുള്ള ലോസ് 20%. പിന്നെ അടുത്ത അഞ്ചാമത്തെ വേഴ്സ്റ്റ് പെർഫോമർ ആണ് കാസ്ട്രോൾ. 240 രൂപയ്ക്ക് പറഞ്ഞ സ്റ്റോക്ക് ഇപ്പൊ 190 രൂപയാണ്. അപ്പൊ ഇതാണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന 5 സ്റ്റോക്കുകൾ. അപ്പൊ നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞു ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഓൾമോസ്റ്റ് 100% അടുത്തും റിട്ടേൺ തന്നപ്പോൾ ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ മാക്സിമം ഓൺ ആൻ ആവറേജ് 20% to 35% ലോസ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ വേഴ്സ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ലോസ് ഒക്കെ വൈപ്പ് ഔട്ട് ആയി, അല്ലെ? ഇനി നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ എന്റെ വീഡിയോ എല്ലാം ചാനലിലുണ്ട്. ആദ്യം മുതൽ ഇട്ട വീഡിയോ മുതൽ ലാസ്റ്റ് ചെയ്ത വീഡിയോ വരെ ചാനലിലുണ്ട്. ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല.
അതിന്റെ ബൈങ് പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇപ്പൊ നമ്മൾ മൊത്തത്തിലുള്ള എല്ലാ സ്റ്റോക്കുകളും കൂടി എടുത്തിട്ട് ഒരു ആവറേജ് റിട്ടേൺ നോക്കിയാൽ ഇപ്പോഴും നല്ലൊരു പെർസെന്റേജ് ടേംസിൽ നല്ലൊരു പ്രോഫിറ്റ് ആണ് നമുക്ക് നമ്മളെടുത്ത പോർട്ട്ഫോളിയോയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എന്റെ വീഡിയോ, എന്റെ സ്റ്റോക്ക് പിക്ക് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുകൂടാതെ ചാനൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് എനിക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുള്ളൂ. സബ്സ്ക്രൈബേഴ്സിനെ കൂടുമ്പോൾ മാത്രമാണ് എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുകൂടാതെ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം കമന്റ് ഒക്കെ ഇട്ട് എൻകറേജ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് ഓൾറെഡി പറഞ്ഞൊരു സ്റ്റോക്കാണ്. എക്സാക്ട്ലി ഒരു വർഷം മുമ്പ് പറഞ്ഞ സ്റ്റോക്കായിരുന്നു. അതായത് നവംബർ 11, 2023 ദിവാലി മുഹൂർത്ത് ട്രേഡിംഗ് പിക്ക് ആയിരുന്നു ഈ സ്റ്റോക്ക്. ഈ സ്റ്റോക്കിന്റെ പേരാണ് ലെമൺ ട്രീ ഹോട്ടൽസ്. സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടി പറയാം, ലെമൺ ട്രീ ഹോട്ടൽസ്. അന്ന് 113 രൂപയ്ക്ക് പറഞ്ഞ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 122 രൂപയ്ക്ക് അടുത്താണ്. അപ്പോൾ ഒരു വർഷം കൊണ്ട് നൽകിയത് വെറും 8% റിട്ടേൺ മാത്രമാണ് ഈ സ്റ്റോക്ക് നമുക്ക് ഒരു വർഷം കൊണ്ട് നൽകിയത്. പക്ഷേ ഈ ഒരു വർഷത്തിനുള്ളിൽ അത് 30% റിട്ടേൺ ഒക്കെ നൽകുകയുണ്ടായി. 158 ഹൈ കാണിച്ചു. അതിനുശേഷം ഇടിഞ്ഞിട്ട് 112 രൂപ വരെ പോയി. ഇപ്പൊ 122 രൂപയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്ക് ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വളരെ മോശമായിരുന്നു. റിസൾട്ട് മോശമായതുകൊണ്ടാണ് ഇടിഞ്ഞ് 113 രൂപ വരെ ഓഗസ്റ്റ് മാസത്തിൽ പോകുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഉണ്ടായ കറക്ഷനിൽ, അതായത് ഒക്ടോബർ നവംബറിലെ കറക്ഷനിൽ വീണ്ടും 112 രൂപ വരെ പോയിട്ടാണ് ഇപ്പോൾ ഈ ലെവലിൽ എത്തി നിൽക്കുന്നത്. അപ്പൊ ഈ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കാനുള്ള, വീണ്ടും ഒരു ബൈങ് മോഡിലേക്ക് വരാനുള്ള, ബൈങ് കൺസിഡർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നിങ്ങളോട് പറയാം. ജനറലി ഹോട്ടൽ ഇൻഡസ്ട്രി ഒക്കെ ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. അതുകൂടാതെ ലെമൺ ട്രീ ഹോട്ടൽ ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഹോട്ടൽ ശൃംഖലകളിൽ ഒന്നാണ്. ഇവരുടെ സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതൊരു നല്ല റിസൾട്ട് ആയിട്ടാണ് കാണപ്പെട്ടത്. പ്രോഫിറ്റിലും സെയിൽസിലും ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഒരു ഇംപ്രൂവ്മെന്റ് കാണപ്പെട്ടിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ നോക്കിയാൽ സെയിൽസ് 227 കോടിയിൽ നിന്ന് 284 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ആകട്ടെ 35 കോടിയിൽ നിന്ന് 45 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും ചെറുതായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിയാലും സെയിൽസിലും പ്രോഫിറ്റിലും നല്ല വർധന കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്ക് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഏകദേശം 52 വീക്ക് ലോക്ക് അടുത്താണ്. അപ്പോൾ ഇത്രയും വൊളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റിൽ മാർജിൻ ഓഫ് സേഫ്റ്റി ഈ സ്റ്റോക്കിൽ കുറച്ച് കൂടുതലുണ്ട്. അതും ഒരു കാരണമാണ് ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ളത്. അതുകൂടാതെ ഭാവിയിലേക്ക് ഉണ്ടായേക്കാവുന്ന ഗ്രോത്ത് നോക്കിയിട്ടാണ് ഈ സ്റ്റോക്ക് വീണ്ടും സെലക്ട് ചെയ്തത്. അല്ലാതെ കറണ്ട് സിറ്റുവേഷനിലോ കറണ്ട് സെയിൽസ് നോക്കിയിട്ടല്ല. ഭാവിയിൽ ഇവർ ഒരുപാട് പുതിയ ഹോട്ടൽ ചെയിനൊക്കെ ഫ്രാഞ്ചൈസി മോഡലിലും സ്വന്തമായിട്ട് ഒരുപാട് ഹോട്ടലൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹോട്ടലിൽ നിന്നുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭാവിയിലേക്ക് നല്ലൊരു ഹോട്ടൽ ശൃംഖലയായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. ഒരു പ്രോഫിറ്റബിൾ വെഞ്ചറായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നൊരു കാരണത്താലാണ് ഈ സ്റ്റോക്ക് ഞാൻ കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നെഗറ്റീവ് ഫാക്ടറും കുറച്ചധികം ഉണ്ട് കേട്ടോ. ഇവരുടെ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2270 കോടിയുടെ കടമുണ്ട്. അതുകൂടാതെ പ്രൊമോട്ടർ ഹോൾഡിംഗ് വെറും 22.8% മാത്രമേ ഉള്ളൂ. പിന്നെ FIIs അവരുടെ സ്റ്റേക്ക് 27.6 നിന്ന് 21.7 ആയിട്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ കുറച്ചിട്ടുണ്ട്. പക്ഷേ DIs കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അവർ 15.2 നിന്ന് 18.91 ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്ക് ഞാൻ കറന്റ് സ്റ്റോക്ക് പ്രൈസിനടുത്ത് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നോക്കിയിട്ട് വാങ്ങിക്കുള്ളൂ, ഒറ്റയടിക്ക് വാങ്ങിക്കില്ല. ഈ സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തേക്ക് ഇത്ര മാത്രം. താങ്ക്